അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറ അൽ അൻഫാലിലെ 60 മുതലുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 60-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത് വഅഇദ്ദു ലഹും മസ്തതഅ്തും. അഇദ്ദു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറെടുക്കുക, നിങ്ങൾ സജ്ജീകരിക്കുക, നിങ്ങൾ ഒരുക്കുക എന്നാണ്. അഇദ്ദു, നിങ്ങൾ ഒരുക്കുക. അഇദ്ദു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് പ്ലൂറലായിട്ട് ഉപയോഗിച്ചതാണ്. ലഹും അവരോട് അല്ലെങ്കിൽ അവർക്ക് എന്നൊക്കെ അർത്ഥം. അപ്പോൾ അവർക്ക് നിങ്ങൾ ഒരുക്കി കൊടുക്കണം, അവർക്ക് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം, നിങ്ങൾ സജ്ജീകരിക്കണം. മസ്തതഅ്തും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ, നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും. ഇസ്തതഅ്തും എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. മിൻ ഖുവ്വത്തിൻ, ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തമായിട്ട്, അല്ലെങ്കിൽ ശക്തിയിൽ നിന്ന്. മിൻ ഖുവ്വത്തി എന്ന് പറഞ്ഞാൽ ശക്തിയിൽ നിന്ന്. വമിൻ റിബാത്തിൻ, കെട്ടി നിർത്തിപ്പെട്ടതിൽ നിന്ന്. അപ്പോൾ കെട്ടി നിർത്തലായിട്ടും ശക്തിയായിട്ടും അല്ലേ ഒക്കെ നിങ്ങളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളവരെ സഹായിക്കണം. അപ്പോൾ സത്യവിശ്വാസികളോട് പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആല, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നത്ര ശക്തിയും പോർക്കുതിരകളെയും നിങ്ങൾ ഒരുക്കണം. അതായത് കെട്ടി നിർത്തിയ സംഘട്ടനത്തിനാവശ്യമായ ഖൈലിനെ നിങ്ങൾ ഒരുക്കണം. ഖൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയാണ്, ഖൈൽ. അപ്പോൾ ഖൈലി എന്ന് പറഞ്ഞാൽ വമിൻ റിബാത്തിൽ ഖൈലി എന്ന് പറഞ്ഞാൽ കെട്ടി നിർത്തപ്പെട്ട കുതിരകൾ. തുർഹിബൂന ബിഹി, അതുകൊണ്ട് എന്ത് സംഭവിക്കണം? തുർഹിബൂന, നിങ്ങൾ പേടിപ്പെടുത്തുക, നിങ്ങൾ പേടിപ്പെടുത്തുന്നു. ബിഹി, അതുകൊണ്ട്. അദുവല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശത്രുവിന്. അള്ളാഹുവിൻ്റെ ശത്രുവിന്. വഅദുവക്കും, നിങ്ങളുടെ ശത്രുവും ആണ്, അള്ളാഹിൻ്റെ ശത്രുവാണ്. അങ്ങനത്തെ നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ പ്രതിരോധിക്കണം. അവരെ നിങ്ങൾ പേടിപ്പെടുത്തുമാർ വിധത്തിലായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു യുദ്ധമുഖത്ത് നിന്നുള്ള സംസാരമാണിത്. വആഖരീന മിൻ ദൂനിഹിം, അവർക്ക് പുറമെയുള്ള മറ്റുള്ള ആളുകളെയും. ലാ തഅലമൂനഹുമുല്ലാഹു യഅലമുഹും. ലാ തഅലമൂനഹും, അല്ലേ? അവർ നിങ്ങളെ അറിയുന്നില്ല, അവർ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയുന്നതാണ്. അല്ലാഹു യഅലമുഹും, അല്ലാഹു അവരെ അറിയും. ലാ തഅലമൂനഹും, അവരെ നിങ്ങളറിയൂല, അല്ലാഹു യഅലമുഹും, അല്ലാഹു അവരെ അറിയും. വമാ തുൻഫിഖൂ, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നത് ആണെങ്കിലും ശരി. മാ തുൻഫിഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവഴിക്കുന്നതായ യാതൊന്നും. മാ തുൻഫിഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവഴിക്കുന്നതായ യാതൊന്നും. എന്താണെങ്കിലും ശരി. മിൻ ഷൈഇൻ, ഒരു വസ്തു. ഫീ സബീലിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ. യുവഫ, അത് നിറവേറ്റപ്പെടും, അത് പൂർത്തിയാക്കപ്പെടും. ഇലൈക്കും, നിങ്ങളിലേക്ക്. വഅൻതും ലാ തദ്ലമൂൻ, നിങ്ങൾക്ക് ഒരിക്കലും അനീതി ചെയ്യപ്പെടുകയില്ല, നിങ്ങൾ അനീതി ചെയ്യപ്പെടുകയില്ല. അപ്പോൾ സത്യം നിങ്ങളുടെ ഭാഗത്താണ്. സത്യത്തിൻ്റെ കക്ഷിയായ നിങ്ങളെ അള്ളാഹു സഹായിക്കും. അസത്യത്തിൻ്റെ കക്ഷിയെ അവൻ പരാജയപ്പെടുത്തും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സത്യവിശ്വാസികൾ അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ കുതിരയെ കൃത്യമായിട്ട് അതിൻ്റേതായ പോരിനു വേണ്ടി ഒരുക്കണം. നിങ്ങളുടെ ശക്തി, ഖുവ്വത്തിനെ നിങ്ങൾ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ആയുധശക്തി, സാമ്പത്തിക ശക്തി, ബുദ്ധിപരവും നയപരവും സംഘടനാപരവുമായ ശക്തി എല്ലാം അതിലുൾപ്പെടുകയാണ്. അതിനെപ്പറ്റിയൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ യുദ്ധമുഹൂർത്തം വരുമ്പോൾ മാത്രം അവയെക്കുറിച്ച് ചിന്തിച്ചാലും പോരാ, നേരത്തെ തന്നെ ഇതിൻ്റെയൊക്കെ മുന്നൊരുക്കങ്ങൾ കരുതി വെക്കണം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മുൻകാലത്തുള്ള യുദ്ധ സജ്ജീകരണങ്ങളിൽ പ്രഥമ സ്ഥാനം
ഉണ്ടായിരുന്നൊരു ടീമായിരുന്നു പടക്കുതിരകൾ എന്ന് പറയുന്നത്. യുദ്ധപ്പയറ്റുകൾ പരിശീലിച്ചും പോഷണം നൽകിയും കൊണ്ട് ലക്ഷണമൊത്ത കുതിരകൾ അതിനായി ഒരുക്കി നിർത്തുന്നൊരു പരിപാടി അന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പടച്ചറബ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പടക്കുതിരകൾ കെട്ടി നിർത്തുന്നതിനെ റിബാത്തുൽ ഖൈൽ എന്ന ഒരു പ്രയോഗം പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇപ്പോൾ വാള്, കുന്തം തുടങ്ങിയിട്ടുള്ള യുദ്ധായുധങ്ങളെ അപേക്ഷിച്ച് ശത്രുക്കളെ അകറ്റുവാൻ കൂടുതൽ ഉപയോഗപ്പെട്ടിരുന്ന ആയുധം ആ കാലഘട്ടത്തിൽ അമ്പുകളായിരുന്നു. ഇന്ന് തോക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പകരം അന്ന് ഉപയോഗിച്ചിരുന്നത് അമ്പായിരുന്നു. അതുകൊണ്ട് ഈ വചനം ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞത് അലാ ഇന്നൽ ഖുവ്വത റംയ്, അറിയുക തീർച്ചയായും ശക്തി എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അല ഇന്നൽ ഖുവ്വത അർറംയു, ശക്തി എന്ന് പറയുന്നത് അമ്പെയ്ത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തി സംഭരിച്ചു വെക്കണേ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അള്ളാഹിൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളായി ഇപ്പോൾ നിലവിലുള്ള ആൾക്കാരെ ഭീതിപ്പെടുത്തുക മാത്രമല്ല, വരാനിരിക്കുന്ന ശത്രുക്കളെ കൂടി ഭീതിപ്പെടുത്തുക കൂടിയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ലാത്ത വേറെയും ശത്രുക്കൾ വരാനിരിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതാണ് എന്താ പറയുക, വാഹരീന മിൻ ദൂനിഹിം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബദർ യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങളായിട്ട് യുദ്ധം നടത്തിയ എല്ലാ അറേബ്യൻ ശത്രുക്കളെയും അധികം താമസിയാതെ അവർക്ക് ഏറ്റുമുട്ടേണ്ടി വന്ന വിദേശ ശത്രുക്കളെയും ഭാവിയിൽ മുസ്ലിങ്ങളുടെ നേരെ ആക്രമണത്തിന് ഒരുങ്ങിയേക്കുന്ന എല്ലാ ശത്രുക്കളെയും ഉദ്ദേശിച്ചാണ് ഇത് എന്ന് ഒരിക്കലും പറയേണ്ടതില്ല. ശക്തി സംഭരിക്കുന്നതിന് പ്രധാനമായും സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ് ആവശ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അക്കാര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ശരി, അള്ളാഹിൻ്റെ മാർഗത്തിലാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫീ സബീലില്ലാഹ് യുവഫ്ഫ ഇലൈക്കും, അത് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന കാര്യം തന്നെയായിത്തീരും എന്ന് പറയുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് സൂറ ബഖറയിൽ 261 വചനത്തിൽ പറഞ്ഞത് മിഅത്തു ഹബ്ബ 57 സനാബില ഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗമുണ്ടല്ലോ. ഓരോ കതിരുകളിലും 100 ധാന്യങ്ങൾ കൊടുക്കുക, അങ്ങനെ 1-ന് 700 ആയി കിട്ടുന്ന വലിയ വലിയ പ്രതിഫലത്തെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ധർമ്മയുദ്ധത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളുടെയും വിനിയോഗങ്ങളുടെയും ഒക്കെ പുണ്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി സൂറത്തു തൗബയിലും ബഖറയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സൂറത്തു തൗബയിലെ 121 വചനങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും ഇതിൽ അറേഞ്ച്ഡായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗം. 61 ആയത്ത് നോക്കൂ. വ ഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. വളരെ ചെറിയൊരു ആയത്താണെങ്കിലും ഒരുപാട് വലിയ ആശയങ്ങൾ ഇതിലുണ്ട്. വൈൻ ജനഹു, അവരെങ്ങാനും ചാഞ്ഞു കഴിഞ്ഞാൽ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ, അവർ സമാധാനത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണെങ്കിൽ എന്നർത്ഥം. ലിസ്സിൽമി, സമാധാനത്തിന് വേണ്ടിയിട്ട് അവരൊന്ന് തുനിയാണെങ്കിൽ, ഒന്ന് കീഴ്പ്പെട്ട് തരാണെങ്കിൽ ഫജ്നഹ് ലഹ, അപ്പോൾ നീയും കുനിയണം, നീയും ചായണം, ലഹ അതിലേക്ക്. വതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ നീ ഭരമേൽപ്പിക്കണം. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ്. അപ്പോൾ സന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അത് അവരുടെ ഭാഗത്തു നിന്ന് വന്നാൽ നമ്മളായിട്ട് അതിന് വിലങ്ങുതടിയായി നിൽക്കരുത് എന്നൊരു സന്ദേശം അവിടെ കൊടുക്കുന്നു. ഇനി നോക്കൂ. വഇയുരീദു അയ്യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. വഇയുരീദു, ഇനി അവർ നിനക്കെതിരെങ്ങാനും ഉദ്ദേശിക്കുന്നുണ്ട്. വയുരീദു അയ്യഖ്ദഊക, അവർ നിന്നെ വഞ്ചിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വയുരീദു അവരുദ്ദേശിക്കുകയാണെങ്കിൽ, അയ്യഖ്ദഊക അവർ നിന്നെ വഞ്ചിക്കാൻ, ഫഇന്ന ഹസ്ബകല്ലാഹ്, അപ്പോൾ തീർച്ചയായും നിനക്ക് മതിയായതാണ്, നിനക്ക് അല്ലാഹ് മതി. ഹസ്ബകല്ലാഹ്, അപ്പോൾ നിനക്ക് ഹസ്ബകല്ലാഹ് എന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലാഹ് മതി
ഇന്ന വന്നുകൊണ്ട് ഹസ്ബക്ക് അല്ലാന്നായി. ഹുവല്ലദി അയ്യദക്ക, തീർച്ചയായും അവൻ അയ്യദക്ക ബിനസ്രിഹി, അയ്യദക്ക നിന്നെ അവൻ എന്താക്കി, ശക്തിപ്പെടുത്തി അല്ലേ, നിന്നെ അവന് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി, ബിനസ്രിഹി തൻ്റെ സഹായം കൊണ്ട്, വബിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളെ കൊണ്ടും എന്നുള്ളതാണ്. വലിയ ആശയമാണ് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞെന്താണ്, അല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അവൻ ഇണക്കത്തുണ്ടാക്കി, അല്ലഫ ഇണക്കമുണ്ടാക്കി, ബൈന ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ. ലൗ അൻഫക്ത മാഫിൽ അർളി, ഭൂമിയിൽ നീ ചെലവഴിക്കുകയാണെങ്കിൽ, ഭൂമിയിലുള്ളത് നീ ചെലവഴിക്കുകയാണെങ്കിൽ, ജമീഅൻ എല്ലാം നീ ചെലവഴിക്കുകയാണ്, ഭൂമിയിലുള്ളതെല്ലാം നീ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, മാ അല്ലഫ്ത നീ ഇണക്കി ചേർക്കാൻ നിനക്ക് കഴിയില്ല, ബൈന ഖുലൂബി അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കുണ്ടാക്കാൻ നിനക്ക് കഴിയില്ല. ഭൂമിയിലുള്ളതെല്ലാം ചെലവഴിച്ചിട്ട് അവരൊന്ന് സെറ്റാക്കാൻ നോക്കിയാലും അതിന് പറ്റൂല. വലാക്കിൻ അല്ലാഹ്, പക്ഷേ അള്ളാഹു അല്ലഫ ബൈനഹും അവർക്കിടയിൽ അള്ളാഹു ഇണക്കമുണ്ടാക്കി. ഇന്നഹു അസീസുൻ ഹക്കീം, തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയാണ്, ഹക്കീമാണ്, യുക്തിജ്ഞാനിയാണ്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ 2-3 ആയത്തുകളിലൂടെയായിട്ട് പരാമർശിച്ചിട്ടുള്ള കുറേ സംഗതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. മുഹാജിറുകളും അൻസാറുകളും ചേർന്ന് അന്ന് സത്യവിശ്വാസികളുടെ ഒരു സമൂഹം, അൻസാരികൾ ആണെങ്കിൽ ഖൗസ്, ഖസ്റജ് എന്നീ 2 ഗോത്രക്കാരാണ്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് 2 ഗോത്രങ്ങളും തമ്മിൽ അതികഠിനമായ ശത്രുതയിലായിരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ശത്രുതയും വിദ്വേഷങ്ങളും എല്ലാം അതിനൊക്കെ വലിയൊരു ചരിത്രം അവർക്കിടയിൽ ഉണ്ടെങ്കിലും അതൊക്കെ തീരെഴുതിക്കൊണ്ട് അതെല്ലാം മാറ്റി രചിക്കപ്പെട്ടുകൊണ്ട് ഓരോ ഗോത്രവും മറ്റേ ഗോത്രത്തിനെതിരിൽ ആരെയും കൂട്ടുപിടിക്കുകയും ആരോടും സഖ്യത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ട് എന്നൊന്നും യുദ്ധം ഉണ്ടായിരുന്ന ടീമൊക്കെ മാറിപ്പോയി. അവർ ഇസ്ലാമിൽ പ്രവേശിച്ചതോടുകൂടി എല്ലാം തുടച്ചു നീക്കപ്പെട്ടു. സത്യവിശ്വാസമാകുന്ന ചരടിൽ എല്ലാവരും കോർത്തിണക്കപ്പെട്ടു. ഏകോദര സഹോദരങ്ങളെപ്പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ, ഏകശരീര അംഗങ്ങളെപ്പോലെ അവരായിത്തീർന്നു. ഇത്ര തന്നെ ശക്തമായിരുന്നില്ലെങ്കിൽ മുഹാജിറുകളുടെയും സ്ഥിതി ഇതുപോലെ തന്നെയായിരുന്നു. ഭൂമിയിലെ വിഭവങ്ങൾ മുഴുവൻ ചെലവഴിച്ചാലും അവരിണക്കി ചേർക്കുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ല എന്നും അള്ളാഹുവാണ് അവരെ ഇണക്കി യോജിപ്പിച്ചത് എന്നും പറഞ്ഞത് മൊത്തത്തിൽ 2 കൂട്ടരെ സംബന്ധിച്ചാകാം. എങ്കിലും അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ അർത്ഥവത്താണ്. അവർക്കിടയിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇണക്കുണ്ടല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുള്ളൊരു ഹദീസ്, കുടുംബബന്ധം മുറിക്കപ്പെടാറുണ്ട്, അനുഗ്രഹത്തോട് നന്ദികേട് കാണിക്കപ്പെടാറുണ്ട്. എന്നാൽ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു അടുപ്പം നൽകിയാൽ പിന്നെ അതിനെ ഒന്നും തന്നെ നീക്കിക്കളയുന്നതല്ല. എന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ലൗ അൻഫക്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും എന്ന ആയത്ത് ഓതുന്നത്. അപ്പോൾ പല ഹദീസുകളെയും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരു മുസ്ലിം അവൻ്റെ മുസ്ലിമായ സഹോദരനെ കാണുമ്പോൾ സന്തോഷപൂർവ്വം അവന് കൈ കൊടുത്താൽ ഉണങ്ങിയ മരത്തിൻ്റെ ഇല കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്നത് പോലെ, അത്ര സിമ്പിളായിട്ടാണ് വീഴാറുള്ളത്. അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന കൈ കൊടുത്താൽ. ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഷാബുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് വന്നിട്ടുള്ളത്, സത്യവിശ്വാസത്തിൻ്റെ പിടിക്കയറുകളിൽ വെച്ച് അധികം ഉറപ്പുള്ളത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അന്യോന്യം നല്ല ബന്ധം സ്ഥാപിക്കലും, അള്ളാഹിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കലും, അള്ളാഹിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കലൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള സംഗതികൾ അവിടെ വരുന്നു. ഇനി 64-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുക്കല്ലാഹ് വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ നബിയെ, ഹസ്ബുക്കല്ലാഹ്, നിനക്ക് അല്ലാഹ് മതി കേട്ടോ. അത് അല്ലാഹ് റസൂലിന് മാത്രം മതി, അല്ലാഹ് പോരാ. വമനിത്തബഅക, നിന്നെ പിൻപറ്റിയ ആളുകൾക്കും റസൂൽ മതിട്ടോ. മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും അത്ര മതിട്ടോ എന്ന് പറയണം. അപ്പോൾ ഈ വാചകഘടന നോക്കുമ്പോൾ
ഈ ആയത്തിന് 2 രൂപത്തിൽ അർത്ഥം വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, നിനക്കും സത്യവിശ്വാസികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർക്കും അള്ളാഹു മതി എന്ന നിലക്ക് പരിഭാഷയിൽ കണ്ട ആ ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അതല്ലെങ്കിൽ നിനക്ക് അള്ളാഹുവും സത്യവിശ്വാസികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവരും മതി എന്നും ഒക്കെ വരാവുന്നതാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞതുപോലെ നിനക്കും സത്യവിശ്വാസികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർക്കും അള്ളാഹു മതി എന്ന ആ ഒരു ഭാഗവും കൂടി നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 2 ആശയങ്ങളിവിടെ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളായ അനുയായികളുടെ എണ്ണം എത്ര കുറവായാലും കൂടുതലായാലും അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാവലാണ് ഏറെ അനിവാര്യമായിട്ടുള്ള കാര്യം. അത് നമ്മൾ നിയത്ത് നല്ല രൂപത്തിലാക്കി കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അത് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഈ 64 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും കൂടുതൽ ആഴങ്ങളിൽ പഠിക്കാനും ഉൾക്കൊള്ളാനുമൊക്കെയുള്ള പരിശ്രമങ്ങൾ പരമാവധി എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. 60 മുതൽ 64 വരെയുള്ള 5 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.